നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ പഴയ ഫോണിന്റെ വാട്സ്ആപ്പ് ഡേറ്റ എങ്ങനെയാണ് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലോ ഒക്കെ തന്നെ കുറച്ച് സമയം ചെലവാകുന്ന അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ നഷ്ടപ്പെടാനും എറർ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് ഡേറ്റ ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്കോ ഐഫോൺ ടു ആൻഡ്രോയിഡിലേക്കോ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡിലേക്കും ഒക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യമാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പൊ iPhone 16 ലോഞ്ച് ചെയ്തു. അപ്പോൾ iPhone 15ഉം 15 പ്ലസും 15 പ്രോയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലരും അത് ഉപയോഗിച്ച് iPhone 16ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാറുന്നവർക്ക് അവരുടെ ഫോണിലെ വാട്സ്ആപ്പ് ഡേറ്റ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. Dr.Fone ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പല പല കാര്യങ്ങൾ ആൻഡ്രോയിഡ് ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് വാട്സ്ആപ്പ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് എങ്ങനെയാണ് വാട്സ്ആപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ട്രൈ ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ USB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. വയർലെസ് ആയിട്ടും പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. FRP ലോക്ക് റിമൂവ് ചെയ്യാം, iOS സ്ക്രീൻ അൺലോക്ക് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫീച്ചറാണ്, വാട്സ്ആപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഫീച്ചർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ്, സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് വാട്സ്ആപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സോഴ്സ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അതാണ് സോഴ്സ് ഫയൽ. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഴ്സും ഡെസ്റ്റിനേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലെ ഡേറ്റയാണ്. ഇതെൻ്റെ പഴയ ഫോണാണ്. പുതിയൊരു ഫോൺ വാങ്ങിയപ്പോൾ ഇതിലെ വാട്സ്ആപ്പ് ഡേറ്റ മൊത്തം ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് USB കേബിൾ ഉപയോഗിച്ച് നമ്മളുടെ സോഴ്സ് ഫോണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ സോഴ്സ് ഫോണ് ജസ്റ്റ് USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇതേപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സ് ഇവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനായിട്ട് ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിൽ എബൌട്ട് ഫോണിൽ വരിക. ഇവിടെ ഏറ്റവും താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബിൽഡ് നമ്പറിൽ ഒരു 7 ടൈംസ് ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫോണിന്റെ പാറ്റേൺ ചോദിക്കും. ഇപ്പം ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയെന്ന് ഇതേപോലെ എഴുതി കാണിക്കും. നമുക്ക് ഇനി ബാക്ക് ചെയ്ത് നോക്കാം ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടോ എന്ന്. ബാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ഇവിടെ എനേബിൾ ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യണം. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷനുള്ളിൽ USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്ന USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണ്. USB ഡീബഗിംഗ് എനേബിൾ ചെയ്തു. എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീനിലും അത് തന്നെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾവേസ് അലോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ജസ്റ്റ് ഇവിടെ USB കേബിൾ ഉപയോഗിച്ച് അതും കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഏത് മോഡലാണ് ഫോണിന്റെ മോഡൽ സെലക്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഈ ഫോണിന്റെയും ഡെവലപ്പർ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് എനേബിൾ ചെയ്യുകയാണ്. ഓക്കെ, ഇതിലും യു ഹാവ് നൗ ഡെവലപ്പർ എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബാക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെയാണ് ഡെവലപ്പർ ഓപ്ഷൻ വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഈ ഫോണിന്റെ ഡെവലപ്പർ ഓപ്ഷൻ ഈ ഒരു ഭാഗത്താണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കി ഇവിടെ ഡേറ്റ ഡീബഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിലും നമ്മൾ ഇങ്ങനെ എനേബിൾ ചെയ്തു. എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നു. അത് നമ്മൾ അലോ ചെയ്തു. ഓക്കെ, ഇപ്പൊ രണ്ട് ഡിവൈസുകളും ഇതിൽ കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നു. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി ഫോണിൽ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സോഴ്സ് ഡിവൈസിന്റെ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കണം. അതിനുശേഷം
ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കണം. ഇനി ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫ്രീക്വൻസി സെലക്ട് ചെയ്തിട്ട് നെവർ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മുകളിലായിട്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കപ്പ് ചെയ്യുക. ഫ്രീക്വൻസി നമ്മൾ നെവർ കൊടുത്തിട്ട് ബാക്കപ്പ് ചെയ്തു. അതിനുശേഷം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോണിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, പക്ഷെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഡേറ്റ ബാക്കപ്പ് ആവുന്നു, അതേപോലെ ട്രാൻസ്ഫർ ആകാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയമെടുക്കും ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ന്യൂ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് റീസ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം വാട്സപ്പിൽ സാധാരണ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിംഗ് അതേപോലെ തന്നെ ചെയ്യുകയാണ്. വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തു, അലോ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം. റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റീസ്റ്റോർ കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഇനി നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ഇനി ഇവിടെ സ്കിപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് വാട്സപ്പ് ഡേറ്റ നമുക്ക് പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ തന്നെ നമുക്ക് വാട്സപ്പിന്റെ ഡേറ്റ ആ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം ഇപ്പം വാട്സപ്പിനകത്തുണ്ട്. അപ്പം പിന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. ഇതില്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് പുതിയ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, ഇതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സ്ക്രീനിൽ കാണുന്നത്. ഇനി ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, വളരെ സെക്യൂർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ വാട്സപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ വരുമ്പം എനിക്കത് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ ഇതിന്റെ മറ്റു ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, സ്ക്രീൻ അൺലോക്ക്, വിർച്വൽ ലൊക്കേഷൻ, ഡേറ്റ റിക്കവറി, ഫോൺ ട്രാൻസ്ഫർ, സിസ്റ്റം റിപ്പയർ, ഐട്യൂൺ റിപ്പയർ, ഡേറ്റ എറൈസർ, അങ്ങനെ കുറേ അധികം ടൂൾസ് ഇതിനുള്ളിലുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. പക്ഷെങ്കിൽ ഞാൻ ഈ വാട്സപ്പ് ഡേറ്റ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം പരിചയപ്പെടുത്തിയത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനുള്ളിൽ കുറേ അധികം മറ്റു ടൂളുകളുണ്ട്, അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാനും സാധിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.